അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. വലുതും ചെറുതുമായ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. നല്ലത് പഠിക്കാനും അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം ലഭിക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ പുണ്യമാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റംസാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ സമയത്ത് നമ്മുടെ സഹോദരിമാർക്ക്, ഉമ്മമാർക്ക് നിസ്കാരിക്കാൻ, നോമ്പ് പിടിക്കാൻ പറ്റാത്ത സമയം ഉണ്ടാകും. ആ അവസരത്തിൽ അവർക്ക് പോരിശയേറിയ ഒരു ദിക്റുണ്ട്. ഒരുപാട് പോരിശകളുള്ള, നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ബർക്കത്ത് ലഭിക്കുന്ന, കൂലി ലഭിക്കുന്ന ഒരു ദിക്റാണ് നമ്മൾക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. പലവന്മാരും വിഷമത്തിലാണ്. ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, നോമ്പെടുക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ പരിഹാരമായ ഒരു പവർഫുൾ ദിക്റാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ദിക്റ് 70 വട്ടം ഒരു ദിവസം നമ്മൾ ചൊല്ലുക. ഈ ദിക്റ് ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ പുണ്യമാസത്തിൽ ചൊല്ലാവുന്നതാണ്. ഈ ദിക്റ് ഈ മാസമല്ല, എല്ലാ മാസത്തിലും നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഈ ദിക്റ് നമ്മൾ മുടങ്ങാതെ 70 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ 70 ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തപ്പെടും. 70 പാപം പൊറുക്കപ്പെടും. 70 നന്മ എഴുതപ്പെടും. കൂടാതെ ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ അല്ലാഹു തആല നമ്മളെ സഹായിക്കും. കൂടാതെ സ്വർഗത്തിൽ കടക്കാനുള്ള ഏറ്റവും വലിയ ഒരു പരിഹാര മാർഗമാണ് ഈ ദിക്ർ എന്ന് മുത്ത് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്ർ എന്തെന്നാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബി. അങ്ങനെ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇതങ്ങോട്ട് 70 പ്രാവശ്യം അങ്ങോട്ട് ചൊല്ലുക. ചുരുങ്ങിയത് ഒരു ദിവസം 70 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുക. നമുക്ക് കഴിയുമെങ്കിൽ 70-ൽ കൂടുതൽ അധികരിപ്പിച്ചാലും കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കൂടുതൽ ചെല്ലാൻ പറ്റുന്നവർ അത് കൂടുതൽ അങ്ങോട്ട് ചെല്ലുക. നമുക്ക് നിസ്കരിക്കാനും ഓതാനും ഒന്നും നമ്മൾ ഇരിക്കുന്നില്ല, അങ്ങനെ ഒരു അവസരം നമുക്ക് സ്ത്രീകൾക്കുണ്ടാവും. ആ അവസരത്തിൽ ഈ ദിക്ർ അങ്ങോട്ട് ചെല്ലുക. അല്ലാത്തപ്പോഴും ചെല്ലാം, ഈ അവസരത്തിലും ചെല്ലാം. ഉമ്മമാരുടെ വിഷമങ്ങളെല്ലാം മാറിയല്ലോ. ദിക്ർ ചെല്ലുക, പതിവാക്കുക. ഇത് നല്ലൊരു ഇൽമാണെന്ന് കരുതി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ഒരു അവസരത്തിൽ, ഈ ഒരു മാസത്തിൻ്റെ ഒരു പുണ്യ കാര്യം എന്ന നിലയിൽ ഈ ഒരു കാര്യം മറ്റ് നമ്മുടെ മക്കളിലേക്കും നമ്മുടെ സഹോദരിമാരിലേക്കും നമ്മുടെ വീട്ടുകളിലേക്കും എത്തിച്ചു കൊടുക്കുക. വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു പരിഹാര മാർഗമാണ്. ഒരുപാട് പുണ്യമുള്ളൊരു ദിക്റാണ്. റമളാൻ മാസത്തിൻ്റെ പോർഷ കൊണ്ട് ഈ ദിക്ർ ചൊല്ലി നമ്മുടെ എല്ലാ പാപങ്ങളും എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.